subset and superset. A set A is said to be a subset of a set B if every element of A is in B. ഒരു സെറ്റ് എ മറ്റൊരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ ഉണ്ടാകണം. ഒന്നുകൂടി പറയാം. ഒരു സെറ്റ് എ മറ്റൊരു സെറ്റ് ബിയുടെ സബ്സെറ്റ് ആകണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ ഉണ്ടാവണം. Symbolically, it is written as A subset of B, where the symbol stands for is a subset of. A subset of B എന്ന നമ്മൾ സിംബോളിക്കലായിട്ട് എഴുതുന്നത് ഈ രീതിയിലാണ്. അതിൽ ഈ സിമ്പൽ എങ്ങനെയാ വായിക്കുക? ഈസ് എ സബ്സെറ്റ് ഓഫ്. അപ്പൊ എ സിമ്പൽ ബി എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വായിക്കേണ്ടേ? എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഈ നൊട്ടേഷൻ അറിഞ്ഞിരിക്കണം. നമ്മൾ നമ്പേഴ്സിന്റെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കണ്ടിട്ടില്ലേ? അതേപോലെ തന്നെയാണ് സബ്സെറ്റിന്റെ കേസിലും ഉള്ളത്. അപ്പൊ ഈ സിമ്പല് ഓർത്തിരിക്കുക. നമുക്ക് ഈ സബ്സെറ്റിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ ഫോളോയിങ് സെറ്റ്സ്: the set of natural numbers n and the set a equals 2, 4, 6, 8, etc. The set of natural numbers നമുക്കറിയാം, എണ്ണൽ സംഖ്യകൾ. ഈ സെറ്റ് ഏതാണ്? 2, 4, 6, 8. ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ എന്താ? ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അല്ലേ? എണ്ണൽ സംഖ്യകളിൽ തന്നെ ഇരട്ട സംഖ്യകൾ മാത്രമാണ് നമ്മൾ സെറ്റ് എയിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ എയിലുള്ള എല്ലാ എലിമെന്റ്സും എന്നിലില്ലേ? ഇതെല്ലാം തന്നെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അപ്പോ എയിലുള്ള എല്ലാ എലിമെന്റ്സും എന്നിൽ ഉണ്ട്. അതായത് സബ്സെറ്റിന്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു സെറ്റ് എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എന്താ കണ്ടീഷൻ? എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ടാവണം. ഇവിടെ ഇരട്ട എണ്ണൽ സംഖ്യകളാണ് ഈ തന്നിരിക്കുന്നത്. എല്ലാം തന്നെ എണ്ണൽ സംഖ്യകളാണ്. അതായത് എയിലുള്ള എല്ലാ എലിമെന്റ്സും എവിടെ ഉണ്ട്? എന്നിലുണ്ട്. അതായത് നമുക്ക് എന്തെഴുതാം? എ ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. എ ഈസ് ദ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ക്ലിയർലി എവറി എലിമെന്റ് ഓഫ് എ ഈസ് ഇൻ എൻ. ഹെൻസ് വി ക്യാൻ റൈറ്റ് എ സബ്സെറ്റ് ഓഫ് എൻ. അടുത്തത്, if A is a subset of B, then B is called the superset of A. A എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബിയെ പറയുന്ന പേരാണ് സൂപ്പർസെറ്റ്. A is a subset of B, then B is called superset of A. A ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി എയുടെ സൂപ്പർസെറ്റ് ആയിരിക്കും. സൂപ്പർസെറ്റ് എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ നോക്കിക്കേ. സബ്സെറ്റ് എന്നുള്ള സിമ്പല് തിരിച്ചെഴുതുന്നതാണ് സൂപ്പർ സെറ്റ് എന്ന് വരുന്നത്. ബി ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. ആ സിമ്പലിന്റെ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പൊ ബി സിമ്പൽ എ എന്ന് തന്നിരുന്നാൽ എങ്ങനെ വായിക്കും? ബി ഇസ് എ സൂപ്പർ സെറ്റ് ഓഫ് എ. മനസ്സിലായല്ലോ? അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് ഏതാണ് സൂപ്പർ സെറ്റ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് വലിയ സെറ്റ്, അല്ലെ? എയിലുള്ള എല്ലാ എലിമെന്റ്സും എന്നിലുണ്ട്. എന്നിൽ കൂടുതൽ എലിമെന്റ്സും ഉണ്ട്. അപ്പൊ എന്നാണ് എയുടെ സൂപ്പർ സെറ്റ് എന്ന് നമുക്ക് പറയാം. In the above example, n is the superset of A and is written as n superset of A. സിമ്പിൾ വായിക്കുന്നത് എങ്ങനെ? is a superset എന്നാണ് വായിക്കേണ്ടത്. ഓക്കെ. ഇപ്പൊ സെറ്റിന്റെ സബ്സെറ്റിന്റെ ഡെഫിനിഷനും അതിന്റെ നൊട്ടേഷൻ, അതുപോലെ സൂപ്പർ സെറ്റിന്റെ ഡെഫിനിഷൻ, അതിന്റെ നൊട്ടേഷൻ, അതുപോലെ എക്സാമ്പിൾ. അടുത്ത ഒരു നോട്ടാണ്. If A is not a subset of B, then it is written as. സബ്സെറ്റിന്റെ സിമ്പലിനെ കട്ട് ചെയ്തിടുന്നതാണ് നോട്ട് എ സബ്സെറ്റിന്റെ സിമ്പൽ. അതെങ്ങനെയാ വായിക്കുക? സിമ്പൽ എങ്ങനെയാ വായിക്കുന്നത്? ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എന്നാണ് വായിക്കുക. അപ്പൊ എ ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി. എ ബിയുടെ സബ്സെറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എഴുതേണ്ടത്? ഈ സിമ്പൽ യൂസ് ചെയ്താണ് എഴുതേണ്ടത്. ഇതിനെങ്ങനെ വായിക്കുക? ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ്. അതേപോലെ തന്നെ ഇഫ് ബി ഇസ് നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ് എ, ബി എയുടെ സൂപ്പർ സെറ്റ് അല്ല എങ്കിൽ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സിമ്പൽ കണ്ടോ? തിരിച്ച്
സൂപ്പർ സെറ്റിന്റെ സിമ്പലിനെ കട്ട് ചെയ്തിടുകയാണ് ചെയ്യുന്നത്. ബി ഇസ് നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ് ബി. ആ സിമ്പലിനെ എങ്ങനെ വായിക്കുക? ഇസ് നോട്ട് എ സൂപ്പർ സെറ്റ് ഓഫ്. അപ്പൊ സബ്സെറ്റ്, സൂപ്പർ സെറ്റ്, നോട്ട് എ സബ്സെറ്റ്, നോട്ട് എ സൂപ്പർ സെറ്റ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോപ്പർ സബ്സെറ്റ്. A is said to be a proper subset of B if every element of A is in B and B has at least one element more than in A. A, B യുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ വേണം. കൂടാതെ ബിയിൽ എയേക്കാൾ ഒരു എലിമെന്റ് എങ്കിലും കൂടുതലുണ്ടായിരിക്കണം. എപ്പോഴാണ് എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയുന്നത്? എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ ഉണ്ടാകുകയും വേണം. ബിയിൽ എയേക്കാൾ ഒരു എലിമെന്റ് എങ്കിലും കൂടുതൽ വേണം. പ്രോപ്പർ സബ്സെറ്റിന്റെ നൊട്ടേഷൻ കണ്ടോ? അവിടെ സബ്സെറ്റിന്റെ നൊട്ടേഷനിൽ ഒരു ഈക്വൽ സൈൻ കൂടെ ഉണ്ടായിരുന്നു. പ്രോപ്പർ സബ്സെറ്റ് ആവുമ്പോൾ രണ്ട് സെറ്റുകൾ തുല്യമാകില്ല. മനസ്സിലായല്ലോ? സിമ്പിൾസിന്റെ എങ്ങനെയാ വായിക്കുന്നത്? ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ്. അപ്പൊ എ സിമ്പിൾ ബി എന്ന് എങ്ങനെയാ വായിക്കുക? എ ഈസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. അതിനൊരു ഉദാഹരണം പറയാം. സെറ്റ് 1 2. രണ്ടാമത്തെ സെറ്റ് 1 2 3 4. ഈ 1 ഉം 2 ഈ സെറ്റിലും ഇല്ലേ? അപ്പൊ ഈ സെറ്റിലുള്ള എല്ലാ എലിമെന്റ്സും ഇവിടെ ഉണ്ട്. കൂടാതെ രണ്ടാമത്തെ സെറ്റില് 2 എലിമെന്റ്സ് കൂടുതലുണ്ട് എന്ന് പറയുമ്പോൾ സെറ്റ് 1 2 ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് സെറ്റ് 1 2 3 4 നമുക്ക് എഴുതാം. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് എ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഈ സെറ്റ് ഓഫ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോപ്പർ സബ്സെറ്റ് തന്നെയാണ്. അപ്പൊ ഈ പ്രോപ്പർ സബ്സെറ്റ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എ ബിയുടെ പ്രോപ്പർ സബ്സെറ്റ് ആവുന്നത് എപ്പോഴാണ്? എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ടാവണം. കൂടാതെ ബിയിൽ എയേക്കാൾ ഒരു എലിമെന്റ് എങ്കിലും കൂടുതൽ വേണം. ഓക്കെ, അടുത്തൊരു നോട്ടാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യം. എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. സബ്സെറ്റിന്റെ ഡെഫിനിഷൻ നമുക്കറിയാം. എന്താണ്? എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിൽ ഉണ്ടാകണമെന്നാണ്. അപ്പോ എ സബ്സെറ്റ് ഓഫ് എ എന്ന് നമുക്ക് എഴുതാമല്ലോ. കാരണം എന്താ? എയിലുള്ള എല്ലാ എലിമെന്റ്സും എയിലുണ്ട്. അതുകൊണ്ട് എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറയാം. ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തത് നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. എല്ലാ സെറ്റിന്റെയും സബ്സെറ്റ് ആണ് നൾ സെറ്റ്. അതെങ്ങനെയാ പറയുക? സബ്സെറ്റിന്റെ ഡെഫിനിഷൻ എ ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ബിയിലുണ്ടാവണമെന്നാണ്. 5 എലിമെന്റ്സ് ഒന്നുമില്ല. അപ്പോ 5 എയുടെ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ രണ്ട് റിസൾട്ട് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എവറി സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ് ആൻഡ് നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ദ സെറ്റ്, ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ്. നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ഒരു റിസൾട്ടാണ്. നന്നായിട്ട് പഠിക്കുക. ഇഫ് എ സെറ്റ് ഹാസ് n എലിമെന്റ്സ് then it has 2 raised to n subset. ഒരു സെറ്റില് n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതില് എത്ര സബ്സെറ്റുകൾ കാണും? 2 raised to n സബ്സെറ്റുകൾ കാണും. ഒരു സെറ്റില് n എലിമെന്റ്സ് ആണുള്ളതെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവുക? 2 raised to n സബ്സെറ്റുകളാണ് ഉണ്ടാവുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. സബ്സെറ്റ് ഓഫ് എ, സെറ്റ് 1 2ന്റെ സബ്സെറ്റ്സ് എഴുതിയാൽ നമ്മളിവിടെ പറഞ്ഞു ഒരു സെറ്റ് അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പൊ സെറ്റ് 1 2 എയുടെ സബ്സെറ്റ് ആണ്. രണ്ടാമത് പറഞ്ഞ എന്താ? നൾ സെറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. അപ്പൊ ഇതും നമുക്ക് ഏതൊരു സെറ്റിനും എഴുതാവുന്നതാണ്. അപ്പൊ നൾ സെറ്റും എഴുതി, അതേ സെറ്റും എഴുതി. ഇനി എന്താ ഉള്ളത്? ഒരു എലിമെന്റ് മാത്രം വരുന്ന സെറ്റ്, അതായത് സെറ്റ് 1. മറ്റ് രണ്ടാമത്തെ എലിമെന്റ് ഇത് സെറ്റ് 2. അപ്പോൾ എത്ര സബ്സെറ്റുകളാണ് നമുക്ക് കിട്ടിയത്? 1 2 3 4 സബ്സെറ്റുകൾ കിട്ടിയല്ലേ? എയിൽ എത്ര എലിമെന്റ്സ് ആണ് ഉണ്ടായിരുന്നത്? 2 എലിമെന്റ്സ്. എത്ര സബ്സെറ്റ്സ് കിട്ടി നമുക്ക്? 4 സബ്സെറ്റ്സ് കിട്ടി. 4 എന്നുള്ളത് നമുക്ക് 2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. അപ്പോ ഒരു സെറ്റിൽ 2 എലിമെന്റ്സ് ഉള്ളപ്പോൾ അതിന് എത്ര സബ്സെറ്റ് ഉണ്ടായി? 2 raised to 2 സബ്സെറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ റിസൾട്ട് ജനറലൈസ് ചെയ്ത് പറയാം. ഇഫ് എ സെറ്റ് ഹാസ് n എലിമെന്റ്സ് then it has 2 raised to n subsets. ഇവിടെ A has 2 elements and the number of subsets is 4, which can be written as 2 square. ജനറലൈസ് ചെയ്ത് ഈ റിസൾട്ട് പഠിച്ചു വെക്കുക.
ഒരു സെറ്റിൽ n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2n സബ്സെറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അടുത്തത് പവർ സെറ്റ്. ഒരു സെറ്റിന്റെ സബ്സെറ്റുകളുടെ എല്ലാം കൂടി സെറ്റിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുക. ഒരു സെറ്റിന്റെ സബ്സെറ്റ് എല്ലാം കൂടി എഴുതി ഒരു സെറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് പറയുക. The set of all subsets of a set A is called the power set of A and it is denoted as P of A. വായിക്കുന്നത് P of A എന്നാണ്. P of A denotes power set of A. എങ്ങനെ വായിക്കുന്നത്? power set of A. അപ്പോൾ ഒരു സെറ്റ് എയുടെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടുന്നത്? ആ സെറ്റ് എയുടെ സബ്സെറ്റ്സ് എല്ലാം എഴുതുക, എന്നിട്ട് അത് സെറ്റിനുള്ളിലാക്കുക, അതായത് ബ്രാക്കറ്റിനുള്ളിൽ ആക്കുക. അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സെറ്റിന്റെ സബ്സെറ്റുകളെല്ലാം കൂടി ഒരു സെറ്റാക്കി എഴുതിയാൽ അതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുക. ഉദാഹരണത്തിന് നമുക്കിവിടെ തന്ന എ എന്ന് പറയുന്നത് സെറ്റ് 1, 2. ഇതിന്റെ പവർ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതിന്റെ സബ്സെറ്റുകൾ നമുക്ക് എഴുതാൻ അറിയാം. സെറ്റ് നൾ സെറ്റ്, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2. ഇതിനെ എല്ലാം കൂടി ബ്രാക്കറ്റിനുള്ളിൽ എഴുതിയാൽ അതാണ് ഈ സെറ്റ് എയുടെ പവർ സെറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ഒരു നോട്ടാണ്. If A has n elements, then it is written as n of A equal to n. എയിലെ n എലിമെന്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ എങ്ങനെ സിംബോളിക്കലായിട്ട് എഴുതുക? n of A equal to n. നമ്പർ ഓഫ് എലിമെന്റ്സ് ഓഫ് A എന്നാണ് അത് വായിക്കേണ്ടത്. n of A എന്നുള്ളത് എങ്ങനെ വായിക്കേണ്ടത്? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ A. n of A is that as നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ A. അപ്പോൾ എയില് n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാ നമ്മൾ സിംബോളിക്കലായിട്ട് എഴുതുക? n of A equal to n. എങ്ങനെയാ വായിക്കേണ്ടത്? നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ A equal to n. അടുത്ത പോയിന്റ് നോക്കിയേ. If A has n elements, the number of subsets of A is 2 raised to n. നമ്മൾ നേരത്തെ എഴുതിയ റിസൾട്ട് ആണ്. എയില് n എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടാവും? 2 raised to n. അപ്പോൾ എയുടെ പവർ സെറ്റ് എഴുതിയാൽ അതിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 2 raised to n എലിമെന്റ്സ് ഉണ്ടാവും. If A has n elements, the number of subsets of A is 2 raised to n, and hence the number of elements in the power set of A is also 2 raised to n. ഇതും ഓർത്തിരിക്കേണ്ടതാണ്. 1 മാർക്ക് ക്വസ്റ്റ്യന് വരാവുന്ന ഒരു റിസൾട്ടാണിത്. n of P of A equal to 2 raised to n if A has n elements. എയില് n എലിമെന്റ്സ് ആണ് ഉള്ളതെങ്കിൽ അതിന്റെ പവർ സെറ്റിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 2 raised to n എലിമെന്റ്സ് ഉണ്ടാവും. കാരണം അറിയാമല്ലോ, n എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ആണ് ഉള്ളത്? 2 raised to n. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളുടെ എല്ലാം കൂടി സെറ്റാണ്. അപ്പോൾ സബ്സെറ്റ്സ് 2 raised to n എന്ന് പറയുമ്പോൾ പവർ സെറ്റിൽ എത്ര സെറ്റുകൾ ഉണ്ടാവും? 2 raised to n. അല്ലെങ്കിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? 2 raised to n എലിമെന്റ്സ് ആണ് ഉണ്ടാവുക. ഇനി അടുത്ത ഈ റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. നമ്മൾ ആദ്യം സെറ്റിന്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പലതരത്തിലുള്ള നമ്പർ സെറ്റുകൾ പഠിച്ചായിരുന്നു. ഇപ്പൊ n എന്ന് പറയുന്നത് ഏതാണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യകൾ 1, 2, 3 അങ്ങനെയുള്ള സംഖ്യകളാണ്. അതിനകത്ത് 0 കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ് കിട്ടും. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിനകത്ത് നെഗറ്റീവ് സംഖ്യകളും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഇൻഡിജേഴ്സ് കിട്ടും. ഈ ഇൻഡിജേഴ്സിനകത്ത് ഫ്രാക്ഷൻസ്, അതായത് p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന q ≠ 0, p and q are integers അങ്ങനെയുള്ള ഫോമിൽ, അതായത് 1/2, 2/3 ആ രീതിയിൽ എഴുതാൻ പറ്റുന്ന ഫ്രാക്ഷൻസ് എല്ലാം കൂടി ഉൾപ്പെടുത്തിയാൽ അതെന്താവും? സെറ്റ് ഓഫ് റാഷണൽസ്. ഈ സെറ്റ് ഓഫ് റാഷണൽസും ഇറാഷണൽസും കൂടെ ചേരുന്നതാണ് റിയൽ നമ്പർ. നമുക്കറിയാം ആ റിയൽസിനെയാണ് ക്യാപിറ്റൽ R എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഹോൾ നമ്പേഴ്സ് ആണ് അല്ലെ. നാച്ചുറൽ നമ്പറിനകത്ത് 0 കൂടെ ഉൾപ്പെടുത്തുന്നതല്ലേ ഹോൾ നമ്പർ. അപ്പൊ എല്ലാ നാച്ചുറൽ നമ്പറും എന്താണ്? ഹോൾ നമ്പറാണ്. ഈ ഹോൾ നമ്പേഴ്സിനകത്ത് നെഗറ്റീവ് സംഖ്യകളും കൂടെ ഉൾപ്പെടുത്തുന്നതല്ലേ ഇൻഡിജേഴ്സ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ഓൾ ഹോൾ നമ്പേഴ്സ് ആർ ഇൻഡിജേഴ്സ്, അല്ലെങ്കിൽ എവറി ഹോൾ നമ്പർ ഇസ് ആൻ ഇൻഡിജർ എന്ന് പറയാം. അതേപോലെ ഇൻഡിജേഴ്സിനകത്ത് ഫ്രാക്ഷൻസും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് എന്ത്? സെറ്റ് ഓഫ് റാഷണൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എവറി ഇൻഡിജർ ഇസ് എ റാഷണൽ നമ്പർ എന്ന് പറയാം. ഇനി സെറ്റ് ഓഫ് റിയൽസ് എന്ന് പറയുന്നത് റാഷണൽസും ഇറാഷണൽസും കൂടെ ചേർന്നതാണ്. അപ്പോ എവറി റാഷണൽ നമ്പർ ഇസ് എ റിയൽ നമ്പർ എന്ന് പറയുന്നതും ശരിയാണ്. അതുപോലെ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിനകത്ത് 0 കൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് W കിട്ടുന്നത്. അപ്പോൾ
എന്നിലുള്ള എല്ലാ എലിമെന്റ്സും എവിടെ ഉണ്ട്? ഡബ്ല്യൂയിലുണ്ട്. അതായത് നമുക്ക് എന്തെഴുതാം? എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യൂ എന്ന് എഴുതാം. സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് സംഖ്യകളോട് ഉൾപ്പെടുത്തുന്നതാണ് സെറ്റ് ഓഫ് ഇന്റീജേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഡബ്ല്യൂയിലുള്ള എല്ലാ എലിമെന്റ്സും ഇസഡിലുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ഡബ്ല്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ്. അതേപോലെ ഇസഡിനകത്ത് എല്ലാ നാച്ചുറൽ നമ്പേഴ്സും വരില്ലേ? അതായത് എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അടുത്തത് സെറ്റ് ഓഫ് ഇന്റീജേഴ്സിൽ ഫ്രാക്ഷൻസും കൂടെ ഉൾപ്പെടുത്തുന്നതല്ലേ സെറ്റ് ഓഫ് റാഷണൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇന്റീജേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എല്ലാ ഹോൾ നമ്പേഴ്സും റാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ എല്ലാ നാച്ചുറൽ നമ്പറും റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. അതായത് എൻ സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്, ഡബ്ല്യു സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്, ഇസഡും സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. അതേപോലെ സെറ്റ് ഓഫ് റിയൽസ് എന്ന് പറയുന്നത് റാഷണൽസും ഇറാഷണൽസും കൂടെ ചേരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എല്ലാ റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സ് ആണ്. അതായത് ക്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ എന്ന് പറയും. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിരിച്ചുള്ള റിസൾട്ടുകൾ പറയുമ്പോൾ അത് ശരിയാവില്ല. അതായത് എല്ലാ റിയൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? റിയൽസിനകത്ത് ഇറാഷണൽ നമ്പേഴ്സും ഉണ്ട്. അപ്പൊ എല്ലാ റിയൽ നമ്പേഴ്സും റാഷണൽ നമ്പേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇറാഷണൽ നമ്പർ ആണ് എടുക്കുന്നതെങ്കിൽ അത് ഇവിടെ കാണില്ല, ക്യൂവിൽ കാണില്ല. അപ്പോ എവരി റിയൽ നമ്പർ ഇസ് എ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ അത് ഫോൾസ് ആയിരിക്കും. അതുപോലെ എവരി റിയൽ നമ്പർ ഇസ് എ ഇന്റിജർ എന്ന് പറഞ്ഞാലും ഫോൾസ് ആയിരിക്കും. കാരണം അവിടെ ഈ റാഷണൽ നമ്പർ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് തെറ്റും അല്ലെ. അതുപോലെ എവരി റിയൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാലും തെറ്റാണ്. കാരണം എല്ലാം ഹോൾ നമ്പേഴ്സ് ആവണമെന്നില്ല. റിയൽ നമ്പർ എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആകാം. അപ്പൊ എവരി റിയൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ എന്ന് പറയുന്നത് അവിടെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയിട്ട് വരും. അതുപോലെ എവരി റിയൽ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ നെഗറ്റീവ് സംഖ്യകളുണ്ട്, ഫ്രാക്ഷൻസ് ഉണ്ട്. എന്നിനകത്ത് നെഗറ്റീവ് സംഖ്യകളും ഇല്ല, ഫ്രാക്ഷൻസും ഇല്ല. അപ്പോൾ എവരി റിയൽ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് എവരി റാഷണൽ നമ്പർ ഇസ് ആൻ ഇന്റിജർ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കാരണം എന്താ? റാഷണൽ നമ്പർ എല്ലാം തന്നെ ഇന്റിജേഴ്സ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ കാരണം ഫ്രാക്ഷൻസ് ഒന്നും ഇവിടെ വരില്ല, ഇന്റിജേഴ്സിൽ വരില്ല. അപ്പൊ എവരി റാഷണൽ നമ്പർ ഇസ് ആൻ ഇന്റിജർ എന്നുള്ളതും സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. അതുപോലെ എവരി റാഷണൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ എന്ന് പറയുന്നതും ഫോൾസ് ആണ്. കാരണം ഡബ്ല്യൂയിൽ ഫ്രാക്ഷൻസ് വരില്ല, നെഗറ്റീവ് സംഖ്യകൾ വരില്ല. എവരി റാഷണൽ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും തെറ്റാണ്. കാരണം ഇവിടെ ഫ്രാക്ഷൻസ് ഉണ്ട്, നെഗറ്റീവ് സംഖ്യകളുണ്ട്. അതേപോലെ എവരി ഇന്റിജർ ഇസ് എ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കാര്യം എന്താ? ഇതിനകത്ത് നെഗറ്റീവ് സംഖ്യകളുണ്ട്, ഡബ്ല്യൂയിൽ നെഗറ്റീവ് സംഖ്യകളില്ല. അതുപോലെ എവരി ഇന്റിജർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാലും ശരിയാവില്ല. കാരണം ഇവിടെ നെഗറ്റീവ് സംഖ്യകളുണ്ട്. അതുപോലെ എവരി ഹോൾ നമ്പർ ഇസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. കാരണം എന്താ? ഡബ്ല്യൂയിൽ 0 ഉണ്ട്, 0 എന്നിൽ ഇല്ല. അപ്പോ തിരിച്ചുള്ള റിസൾട്ടുകൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്ന റിസൾട്ടുകളെല്ലാം ഫോൾസ് ആയിരിക്കും. ഇങ്ങോട്ട് റൈറ്റിലേക്കുള്ളതെല്ലാം ട്രൂ ആണ്. ഈ റിസൾട്ട് പഠിച്ചു വെച്ചോണം. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചെന്നിരിക്കുക. അപ്പൊ എന്താണ് റിസൾട്ട്? എൻ ഇസ് എ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആൻഡ് ഡബ്ല്യു ഇസ് എ സബ്സെറ്റ് ഓഫ് ഇസഡ്, ഇസഡ് ഇസ് എ സബ്സെറ്റ് ഓഫ് ക്യൂ ആൻഡ് ക്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ. അടുത്തത് യൂണിവേഴ്സൽ സെറ്റ്. A superset of all sets under consideration in a discussion is called the universal set, denoted as U. നമ്മൾ ഒരു ഡിസ്കഷനിൽ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളുടെയും കൂടി സൂപ്പർ സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ സെറ്റുകളിലും ഉള്ള എലിമെന്റ്സ് എല്ലാം തന്നെയും ആ സൂപ്പർ സെറ്റിൽ ഉണ്ടാവണം. അതിനെയാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന്, ഫോർ എക്സാമ്പിൾ, ഇൻ ദ സ്റ്റഡി ഓഫ് ഓൾ സെറ്റ് കണ്ടെയ്നിങ് റിയൽ നമ്പേഴ്സ് ഉള്ള സെറ്റുകളെല്ലാം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ സൂപ്പർ സെറ്റ് എന്തായിരിക്കും? തീർച്ചയായിട്ടും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആർ ഇസ് ദി യൂണിവേഴ്സൽ സെറ്റ്. അതേപോലെ നമ്മൾ ഇവിടെ ഒരു സെറ്റ് എഴുതി, സെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1 2. അതുപോലെ ബി സെറ്റ് 2 3 എന്ന് എഴുതുന്നു. സെറ്റ് 1 2 സെറ്റ് 2 3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റുകളെങ്കിൽ അതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏതെന്ന് എഴുതാൻ പറ്റും? നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാം. ഏറ്റവും ചെറിയ സൂപ്പർ സെറ്റ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സെറ്റ് 1 2 3.
ആ രണ്ട് സെറ്റിലും ഉള്ള എലിമെന്റ്സ് എല്ലാം കൂടി എടുത്ത് എഴുതുന്നതാണ് നമുക്ക് ഏറ്റവും ചെറിയ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാവുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ യൂണിവേഴ്സൽ സെറ്റ് ഏതായിരിക്കും? സെറ്റ് 1, 2, സെറ്റ് 2, 3 ആണ് എഴുതുന്നതെങ്കിൽ അത് എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് പറയാം. മനസ്സിലായല്ലോ? അടുത്തത് പ്രധാനപ്പെട്ട കാര്യം ഇന്റർവൽസ് ആണ്. ക്ലോസ്ഡ് ഇന്റർവൽ ഉണ്ട്, ഓപ്പൺ ഇന്റർവൽ ഉണ്ട്, സെമി ഓപ്പൺ അല്ലെങ്കിൽ സെമി ക്ലോസ്ഡ് ഇന്റർവൽസ് ഉണ്ട്. ഓരോന്നും എന്താണെന്ന് പറയാം. സ്ക്വയർ ബ്രാക്കറ്റ് AB എന്നുള്ളത് ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. അതിന്റെ ഡെഫിനിഷൻ സെറ്റ് ഓഫ് ഓൾ x such that x is an element of R and a less than or equal to x less than or equal to b. അതായത് x ഒരു റിയൽ നമ്പർ ആയിരിക്കണം, അതുപോലെ എയ്ക്കും ബിക്കും ഇടയ്ക്കായിരിക്കണം എയുടെ വില, അതുപോലെ എയ്ക്കും ബിക്കും തുല്യമാകുകയും ചെയ്യാം. അതായത് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളതും എയോടോ ബിയോടോ തുല്യമാകുന്ന എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും കൂടെ കളക്ഷനാണ് ക്ലോസ്ഡ് ഇന്റർവൽ AB എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ 1, 2 ക്ലോസ്ഡ് ഇന്റർവൽ 1, 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? 1നും 2നും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും എഴുതണം, കൂടാതെ 1ഉം 2ഉം എഴുതണം. നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ അങ്ങനെയാണ് എഴുതേണ്ടി വരിക. ഇപ്പൊ ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർവലിന്റെ എൻ പോയിന്റ്സും അതിനിടയിലുള്ള സർവ്വ റിയൽ നമ്പറും അതിനകത്ത് ഉണ്ടാകണം. അതാണ് ക്ലോസ്ഡ് ഇന്റർവൽ. അതുപോലെ ഓപ്പൺ ഇന്റർവൽ ആകുമ്പം എന്താണ് വ്യത്യാസം? ആ എൻ പോയിന്റ്സ് ആ സെറ്റിൽ വരില്ല. അതായത് എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള റിയൽ നമ്പേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓപ്പൺ ഇന്റർവൽ. അപ്പൊ ഓപ്പൺ ഇന്റർവൽ AB എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ x such that x is a real number and a less than x less than b. അതുപോലെ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ്, അതായത് എ ഇല്ല, ബി ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്. ഇപ്പൊ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് AB എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ x such that x is a real number, x element of R എന്ന് പറഞ്ഞാൽ x is a real number and a less than x less than or equal to b. അതായത് എ ഇല്ല, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എലിമെന്റ്സ് എല്ലാം ഉണ്ട്, ബിയും ഉണ്ട്. ഇനി ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ AB ആണെങ്കിൽ, ഇന്റർവൽ AB ആണെങ്കിൽ, അപ്പോ എ ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എലിമെന്റ്സ് എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സ് എല്ലാം ഉണ്ട്, ബി ഇല്ല. ഇപ്പൊ സെറ്റ് ഓഫ് ഓൾ x such that x is an element of R and a less than or equal to x less than b. അതായത് എ ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ട്, ബി ഇല്ല. അടുത്തത് ഓപ്പൺ ഇന്റർവൽ A ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി നമ്മൾ റിയൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 0യ്ക്ക് അപ്പുറവും ഇപ്പുറവും ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോകുന്നതായിട്ട് കാണാം. അതായത് ഒരു അവസാനമില്ലാതെ പോകുന്നതായിട്ട് കാണും. അതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുക. ഈ സിമ്പിൾ വായിക്കുന്നത് ഇൻഫിനിറ്റി എന്നാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ x such that x is an element of R and x is greater than a. എയേക്കാൾ വലിയ എല്ലാ റിയൽ നമ്പേഴ്സും വരുന്ന സെറ്റാണ് ഓപ്പൺ ഇന്റർവൽ A ഇൻഫിനിറ്റി. അതുപോലെ ഇൻഫിനിറ്റി വരുന്നത് നമ്മൾ ഒരിക്കലും ക്ലോസ് ചെയ്തിടാറില്ല. കാരണം അതവിടെ ഒരു കൃത്യമായിട്ട് എൻഡ് ചെയ്യുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല, ഓപ്പൺ ഇന്റർവൽ ആയിട്ട് തന്നെയാണ് ഇടുക. ഓക്കെ. അടുത്തത് ഇന്റർവൽ ലെഫ്റ്റ് ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി റൈറ്റ് ക്ലോസ്ഡ് A. അപ്പൊ ഇവിടെ എന്തായിരിക്കും? എയേക്കാൾ ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും, അതായത് അതുപോലെ എയോട് തുല്യം, റൈറ്റ് സൈഡ് ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇങ്ങനെ എഴുതുക? സെറ്റ് ഓഫ് ഓൾ x such that x is an element of R and x is less than or equal to a. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോഴേ ഈ ഇന്റർവൽസിന്റെ ഡെഫിനിഷൻ എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ക്ലോസ്ഡ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എൻ പോയിന്റ്സും അതിനിടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സും ഉള്ള സെറ്റാണ്. ഓപ്പൺ ഇന്റർവൽ AB എന്ന് പറഞ്ഞാൽ എൻ പോയിന്റ്സ് ഒഴികെ ബാക്കിയുള്ള അതിനിടയ്ക്ക് വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സും ഉള്ളതാണ് ഓപ്പൺ ഇന്റർവൽ. സെമി ഓപ്പൺ ലെഫ്റ്റ് ഓപ്പൺ റൈറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എൻ പോയിന്റ് ഇല്ല, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളതെല്ലാം ഉണ്ട്, ബിയും ഉണ്ട്. ലെഫ്റ്റ് ക്ലോസ്ഡ് റൈറ്റ് ഓപ്പൺ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് എൻ പോയിന്റ് ഉണ്ട്, എയ്ക്കും ബിക്കും ഇടയ്ക്കുള്ളതെല്ലാം ഉണ്ട്, ബി ഇല്ല. ഓപ്പൺ ഇന്റർവൽ A ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എയേക്കാൾ വലിയ എല്ലാ റിയൽ നമ്പേഴ്സും ഉള്ള സെറ്റാണ്. അതുപോലെ ലെഫ്റ്റ് ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി ക്ലോസ്ഡ് റൈറ്റ് ക്ലോസ്ഡ് A എന്ന് പറഞ്ഞാൽ എന്താണ്? എയേക്കാൾ ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും A ഉൾപ്പെടെ. അപ്പൊ ഈ ഇന്റർവൽസിന്റെ ഡെഫിനിഷൻ എല്ലാം നന്നായിട്ട് പഠിക്കുക.